എടാ നിനക്ക് എത്ര വയസ്സുണ്ട്? ഹണീബി അതാണ് അവൻ ആദ്യം മനസ്സിൽ വരുന്ന സിനിമ. ഓക്കെ, ബാക്കി ഏതൊക്കെ പടങ്ങള് സിനിമകൾ? സിഐഡി മൂസ, പരിമളം. നമ്മളുടെ പരിമളം ഇത്രയും ഇത്ര വർഷം കഴിഞ്ഞിട്ടും എനിക്ക് തോന്നുന്നു ഞാനൊക്കെ സ്കൂൾ ടൈം പഠിക്കുന്നോണ്ട് എന്റെ ബോയ്സിന്റെ ഇടയിലെ ക്രഷായിരുന്നു ഭാവന എന്ന് പറയുമ്പോ. എല്ലാരും ആഗ്രഹിച്ചത് ഭാവനയെ പോലെ ഒരാളൊന്ന് കല്യാണം കഴിക്കണം, അത്ര മാത്രമായിരുന്നു. ഭാവനയ്ക്ക് ഞാൻ മൈക്ക് കൊടുക്കണോ സാറേ? അതോ തങ്ങള് വന്നിട്ട് വേണോ? എന്ത് വേണം സാറിന് ഞാൻ വിട്ടുകൊടുക്കുകയാണ്. കാരണം എല്ലാവരും ഭാവന സംസാരിക്കുന്ന കേൾക്കാൻ വേണ്ടി ഇങ്ങനെ വിതുമ്പി നിൽക്കണമെന്ന് എനിക്കറിയാം. ഭാവന ഇന്ന് ഒരുപാട് പേരുണ്ട് ചുരിദാറിലായിരിക്കും, ഇന്ന് ഏത് ഡ്രസ്സാണെന്ന് വരെ ഇവിടെ ഭയങ്കര സംവാദങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ദി ക്ലബ് ട്രാവൽ സ്റ്റുഡിയോ ആണ്, അവരുടെ ഇനോഗ്രൽ ആണ്. വേറെ സിനിമകൾ ഏതാണ്, പാട്ട് ഏതാണ് മനസ്സിൽ വരുന്നത് ഭാവനയെ കാണുമ്പോ? നീ ഹണീബിയുടെ ആള് തന്നെ, എനിക്ക് മനസ്സിലായി. നീ തുടങ്ങിയ തൊട്ട് നീ ഹണീബി ജില്ലാല എനിക്ക് തന്നെ മനസ്സിലായിരിക്കുന്നു. നീ വേറെ ഏതൊക്കെ പാട്ടുകളാണ്? ഏതാ പറഞ്ഞോ? ചിലമ്പലിക്കാറ്റ് ഒരുപാട് അല്ലേ. ഫാബുലസ് ഡാൻസർ അല്ലേ ഭാവന എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിൽ. എനിക്ക് ഓ പ്രിയ, ഒത്തിരി ഗാനങ്ങൾ, കൗണ്ട്ലെസ്. ഓ മൈ, അസലായി. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതൊന്നും അല്ല, എനിക്ക് ജയം രവിയുടെ കൂടെ ഭാവൻ ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ മൈ ഗോഡ്, എന്തൊരു ഭംഗിയായിരുന്നു കാണാനായിട്ട്. അതിൽ കുറെ ആ തമിഴ് സോങ്സ് അല്ല എന്റെ ഭയങ്കര